3 ലക്ഷം പോസ്റ്ററുകൾ, 150 ചുവരെഴുത്തുകൾ. ടി.എൻ. പ്രതാപന് വേണ്ടി നടത്തിയ എല്ലാ പ്രചാരണ പരിപാടികളും വെറുതെയായി. പതിച്ച പോസ്റ്ററുകൾ മാറ്റുക, എഴുതിയ ചുവരെഴുത്തുകൾ മായ്ക്കുക തുടങ്ങിയ ജോലികളാണിപ്പോൾ ടി.എൻ. പ്രതാപനുള്ള ചുമതല. ഇന്ന് രാവിലെ ടി.എൻ. പ്രതാപൻ മുരളീധരന് വേണ്ടി ചുവരെഴുതുന്ന വിഷ്വലോടെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുനരാരംഭിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് ഡൽഹിയിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നടന്ന അവസാനഘട്ട ചർച്ചകളിൽ കാര്യങ്ങളാകെ മാറിമറിഞ്ഞത്. തൃശൂരിൽ സുരേഷ് ഗോപിക്കായി പത്മജ വേണുഗോപാൽ രംഗത്തിറങ്ങുന്നത് കോൺഗ്രസിനെ ഏതെങ്കിലും വിധത്തിൽ ക്ഷീണിപ്പിക്കുമോ എന്ന ആശങ്കയാണ് വടകരയിൽ നിന്നും കെ മുരളീധരനെ തൃശൂരിലേക്ക് പറിച്ചു നടാൻ വേണ്ടി ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചത്. വടകരയിൽ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ച മുരളീധരന് ആഗ്രഹം സാധിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ അറിയിച്ച ടി.എൻ. പ്രതാപനും ഇത് ആഗ്രഹം യാഥാർത്ഥ്യമായതിന്റെ സംതൃപ്തി. പിന്നെ ആർക്കാണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അനിൽ അക്കരെ എന്ന തനി ഗാന്ധിയന് മാത്രം. തൃശൂരിൽ പ്രതാപൻ മത്സരിച്ചാൽ മതിയെന്ന അവസാന ഘട്ടം വരെ വാദിച്ച അനിൽ അക്കരെയും അദ്ദേഹത്തിന്റെ നേതാവ് ടി.എൻ. പ്രതാപനും രാവിലെ ആയപ്പോൾ അക്കരെ ഇക്കരെയായെന്നത് ചരിത്രം. പത്മജിയുടെ ബി.ജെ.പി. പ്രവേശനമാണ് തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിയത്. ലീഡർ കെ കരുണാകരന്റെ സ്വന്തം തട്ടകമായ തൃശൂരിലേക്ക് കെ മുരളീധരനെ അവതരിപ്പിച്ച് മത്സരം ശക്തിപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. വടകരയിൽ CPM പ്രമുഖനായ പി ജയരാജൻ സ്ഥാനാർത്ഥിയായതോടെയാണ് വടകര നിലനിർത്തുകയെന്ന ദൗത്യമേറ്റെടുത്ത് വടകരയിലേക്ക് കെ മുരളീധരൻ പറന്നിറങ്ങിയത്. അന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA ആയിരുന്നു കെ മുരളീധരൻ. വടകരയിൽ പി ജയരാജനെ കീഴടക്കിയതും കെ മുരളീധരൻ എന്ന സ്റ്റാർ നേതാവിന്റെ പേരിന് കൂടുതൽ കരുത്തേകി. ഏതാണ്ട് അതേ രാഷ്ട്രീയ ദൗത്യമാണ് കെ മുരളീധരനെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറുന്ന കേരളത്തിലെ പ്രമുഖ മണ്ഡലമാണ് തൃശൂർ. തൃശൂരിൽ കോൺഗ്രസിന് വിജയം അനിവാര്യമാണ്. കെ കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ BJP പാളയത്തിൽ എത്തിയതോടെയാണ് തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തെ മറ്റൊരു വഴിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചത്. സിനിമാ താരമായ സുരേഷ് ഗോപിയും മുൻ മന്ത്രിയായ അഡ്വക്കേറ്റ് KS സുനിൽകുമാറും മത്സരിക്കാനെത്തിയതോടെ ടി.എൻ. പ്രതാപന് പിടിച്ചു നിൽക്കാനാകുമോ എന്ന ചർച്ച തൃശൂരിൽ സജീവമായിരുന്നു. എന്നാൽ ടി.എൻ. പ്രതാപനടക്കമുള്ള സിറ്റിംഗ് MPമാർ എല്ലാം മത്സരിക്കട്ടെ എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. എന്നാൽ കാര്യങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് മാറിമറിഞ്ഞത്. ഇതിനിടയിൽ വടകരയിൽ നിന്നും അവസാനഘട്ടം മാറ്റി നിർത്തുന്നതിൽ കെ മുരളീധരന് അതൃപ്തിയുണ്ടെന്നും പാലക്കാട്ട് നിന്നും വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാനായി നിയോഗിച്ചതിൽ ഷാഫി പറമ്പിലിന് അതൃപ്തിയുണ്ടെന്നുമുള്ള വാർത്തകളുമാണ് പുറത്തുവരുന്നത്. എന്തായാലും വോട്ടർമാരുടെ അതൃപ്തി അറിയണമെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കഴിയണം. പത്മജിയുടെ വരവ് BJP ക്യാമ്പുകളിൽ വലിയ തൃപ്തി ഉളവാക്കിയതായാണ് വാർത്തകൾ. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ പത്മജ വേണുഗോപാലിന് ലഭിച്ച സ്വീകരണം അതിന്റെ തെളിവാണ്. പത്മജ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. ആനന്ദിക്കാൻ മറ്റെന്തു വേണം?